ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ചാനലിൽ ഒരുപാട് സ്ലീവ്സ് കട്ടിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് വരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആ ഒരു സ്ലീവിൻ്റെ കർവ് വരയ്ക്കേണ്ടതാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കർവ് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഭംഗിയില്ല, നമ്മൾ വരച്ചത് തെറ്റാണെന്നുണ്ടെങ്കിലും സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ വൃത്തികേടായിരിക്കും, ചുളുക്കുകൾ വരും, ഒരുപാട് പ്രോബ്ലംസ് ആ സ്ലീവിൻ്റെ ഭാഗത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ലീവ് വരയ്ക്കുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി സ്ലീവ് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചാലും പേടിക്കൊന്നും വേണ്ട, ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറിൽ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് സ്ലീവ് വരയ്ക്കേണ്ടത്, കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു പേപ്പറിനെ ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പം മുകൾ ഭാഗമാണ് കേട്ടോ മടക്ക് വരുന്ന ഭാഗം, മുകൾ വശം മടക്ക് വരുന്ന ഭാഗമാണ്, ബാക്കിയെല്ലാം ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ് കേട്ടോ. ഇനി ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്താണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറയാം. എത്രയാണോ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യാം. 1.5 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കുമ്പോഴാണ് 1.5 ഇഞ്ച്. അതായത് 1 ഇഞ്ച് ഈ ഒരു അറ്റത്ത് മടക്കി അടിക്കാനായിട്ടും 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ടും. ലൈനിങ് ഇല്ലാത്ത ചുരിദാറിന്. ഇനിയിപ്പോൾ ലൈനിങ് ഉള്ള ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1/2 ഇഞ്ച് മാത്രം മതി. ഇവിടെ 1/2 ഇഞ്ചും ഇവിടെ 1/2 ഇഞ്ചും, ടോട്ടൽ 1 ഇഞ്ച് മാത്രം. നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ട സ്ലീവിൻ്റെ ലെങ്ത്ത് 8.5 ഇഞ്ചാണ്. ലൈനിങ് ഇല്ലാണ്ടാണ് ഞാൻ ചെയ്യണേ. പ്ലസ് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് 10 ഇഞ്ചാണ് കേട്ടോ വരണേ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് 10 ഇഞ്ച് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഞാൻ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് ഇവിടെയാണ് വരണേ, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ടോട്ടൽ 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അടിയിലേക്ക് എത്ര മെഷർമെൻറ്റ് എടുക്കണം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതറിയാനായിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് അറിയണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ബോഡി പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി പാർട്ട്. ഇത് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്, ഇത് ഷോൾഡർ സ്ലോപ്പ്, ഇത് നമ്മുടെ ആം ഹോൾ കർവാണ് കേട്ടോ വരണേ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്. ഇത് എക്സ്ട്രാ നമ്മൾ എടുത്തിരിക്കുന്ന തയ്യൽ തുമ്പാണ് കേട്ടോ. ഇത് 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് എടുത്തിരിക്കണേ. ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ് ഈ ഒരു ആം ഹോളിൻ്റെ ചുറ്റുമുള്ള അളവാണ് നമുക്ക് വേണ്ടേ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു ഫിറ്റിംഗ് വരെയുള്ള മെഷർമെൻറ്റ് എടുത്താൽ മതി കേട്ടോ. തയ്യൽ തുമ്പിലേക്ക് നമ്മൾ അളന്ന് പോകണ്ട, കറക്റ്റ് എവിടെയാണോ ഫിറ്റിംഗ് അവിടെ വരെ എടുക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റ് ഈ ഒരു കർവിനോട് ചേർന്ന് ടേപ്പ് വെച്ച് മെഷർമെൻറ്റ് എടുക്കണ്ട. കുറച്ച് ഗ്യാപ്പ് വിട്ട്, കാരണം നമ്മൾ തയ്ക്കാൻ എടുക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കുറച്ച് ഗ്യാപ്പ് വിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള മെഷർമെൻറ്റ് എടുത്താൽ മതി കേട്ടോ. ഇവിടെയും വരെയുള്ള മെഷർമെൻറ്റ് എടുക്കുക. അപ്പം നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. കറക്റ്റ് ഞാൻ ഇവിടെ ടേപ്പ് വെച്ചു. ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെയാണ് കേട്ടോ ടേപ്പ് വെച്ചിരിക്കണേ. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാനിത് അളന്നു പോകുന്നത്. ഇങ്ങനെ ഈ ഒരു ചുറ്റുമുള്ള അളവ് ടേപ്പ് വളച്ചിട്ട് നമ്മൾ ചുറ്റും മെഷർമെൻ്റ് എടുക്കുക കേട്ടോ. എനിക്കൊരു 8.5 ഇഞ്ചാണ് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. ഈ ഒരു കർവ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അളന്ന് നോക്കിയപ്പോൾ എനിക്ക് 8.5 ഇഞ്ച് മെഷർമെൻറ്റ് കിട്ടി. 8.5 ഇഞ്ചാണ് കേട്ടോ കിട്ടിയേ. അപ്പോൾ നമുക്കിനി ബോഡി പാർട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവിലേക്കുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ബോഡി പാർട്ടിൽ നിന്ന് അളന്നെടുത്തത് 8.5 ഇഞ്ചല്ലേ. ആ ഒരു 8.5 ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. 8.5 1/2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ 8 ഇഞ്ചാണ് കേട്ടോ വരിക. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഒരു 8 ഇഞ്ച് നമ്മൾ എടുത്തത്
ഇനി നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചതിന് ശേഷമാണ് ഇത് ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുക കേട്ടോ. ജസ്റ്റ് ഇതിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാം. അത് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ച് അളന്ന് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാനാണ് 8 ഇഞ്ച് നേരെ അടിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പലരും പല വിധത്തിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലായാലും പല മെത്തേഡിൽ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയത് ഈ ഒരു മെത്തേഡിലാണ്. ഇനി അതിനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. നേരെ അടിയിലേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇത് ഞാൻ കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്രയാണ് എടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാറ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെസ്റ്റ് 38 ആണ്. ആ ഒരു 38 ഡിവൈഡഡ് ബൈ 12 ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് 3.1 ആണ്. അപ്പോൾ ഞാനത് റൗണ്ട് ചെയ്ത് 3 ഇഞ്ചാണ് കേട്ടോ എടുക്കണേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് എടുക്കേണ്ട മെഷർമെൻറ്റ് കണ്ടുപിടിക്കാറ്. അപ്പോൾ 3.1 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സോറി, റൗണ്ട് ചെയ്തിട്ട് 3 ഇഞ്ച് മാത്രമാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിനെ സ്ട്രെയിറ്റ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വരച്ചു കൊടുത്തു. ഈ ഒരു മെഷർമെൻറ്റ് 3 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റും ഡയഗണലായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇതുപോലെ കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ലെങ്ത്തിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ കറക്റ്റ് പകുതിയായിട്ട് നമുക്ക് ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടേപ്പ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പകുതി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കറക്റ്റ് പകുതി ഇവിടെയാണ് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനിയാണ് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ സാധാരണ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കാറ്. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് കർവ് എവിടെ നിന്നാണ് വാങ്ങണേന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസ് കിട്ടുന്ന സ്റ്റോറിലൊക്കെ ഇത് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് ആം ഹോൾ വരയ്ക്കാൻ പറ്റും. സ്ലീവിൻ്റെ ഷേപ്പ്, നെക്ക് പാറ്റേൺസ് ഒക്കെ വരച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു കർവ് വരച്ചെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കർവ് പുറത്തേക്കായിട്ടും ഈ ഒരു പോയിൻറ്റിൻ്റെ അടിയിലേക്ക് നമ്മൾ ആ ഒരു കർവ് വരയ്ക്കുന്നത് ഉള്ളിലേക്കുമായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തേക്ക് പുറത്തേക്ക് ആക്കിയിട്ട് കർവ് വരയ്ക്കും. ഈ ഒരു പോയിൻറ്റിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഉള്ളിലേക്കാണ് കർവ് വരയ്ക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് കർവ് എടുക്കുക. ഈ ഒരു പുറത്തെ ഭാഗം ഉണ്ടല്ലോ, പുറത്തെ ഈ ഒരു കർവ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഞ്ച് കർവ് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ആ ഒരു കർവ് ഷേപ്പിങ് വരച്ചെടുക്കാം. കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. ഈ ഒരു പോയിന്റിൻ്റെ പുറത്തേക്ക് മുട്ടി നിൽക്കരുത്. ഈ ഒരു പോയിന്റിലേക്ക് ചേർന്ന് വരണം. അപ്പോൾ ഈ ഒരു മുകളിലെ കർവ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വരുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് കൂട്ടിമുട്ടണം കേട്ടോ. മുട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മുടെ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന പോലെ കർവ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള കർവ് വരയ്ക്കാനായിട്ട് ഞാൻ ഫ്രഞ്ച് കർവ് ഈ ഒരു പാറ്റേണിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് അങ്ങ് വരച്ചെടുക്കാം.
അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പൊക്കെ വരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൽ അളന്ന് നോക്കിയില്ലേ, ഈ ഒരു ബോഡി പാർട്ടിൽ അളന്ന് നോക്കിയപ്പോൾ നമുക്ക് 8.5 ഇഞ്ചാണ് കിട്ടിയത്. ആ ഒരു 8.5 ഇഞ്ച് നമുക്ക് സ്ലീവിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഈ ഒരു കർവ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അളന്നപ്പോൾ നമുക്ക് 8.5 ഇഞ്ചായിരുന്നു കിട്ടിയേ. ആ ഒരു 8.5 ഇഞ്ച് ഈ ഒരു കർവ് അളന്ന് നോക്കുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ നമുക്കിതേ ഇവിടെ ടേപ്പ് വെച്ച് ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. ഈ ഒരു കർവിലൂടെ അളന്നാൽ മതി. ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് 8.5 ഇഞ്ചും 1 പോയിൻറ്റും കൂടി വരുന്നുണ്ട്. ആ ഒരു പോയിൻ്റ് നോക്കുന്നില്ല, 8.5 ഇഞ്ച് നമുക്കപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കാണാലോ. അപ്പോൾ ഇങ്ങനെ കർവ് അളന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ അടിയിലേക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോഡി പാർട്ടിൽ 1.5 ഇഞ്ചാണ് കൊടുത്തത്, ആ സെയിം 1.5 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ അടിയിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കതിനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഞാൻ സ്ലീവ് വരയ്ക്കുമ്പോൾ സാധാരണയായിട്ട് ഒരു 4.5 ഇഞ്ചിൽ അവിടുത്തെ വണ്ണം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യും, എന്നിട്ട് ആ ഒരു പോയിന്റിലെ വണ്ണവും കൂടി ഈ ഒരു സ്ലീവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 6.5 ഇഞ്ചും ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. 6.5 മാർക്ക് ചെയ്തു. പ്ലസ് അവിടെയും തയ്യൽ തുമ്പ് കൊടുക്കണം. അവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഏറ്റവും സ്ലീവിൻ്റെ അറ്റഭാഗത്തുള്ള മെഷർമെൻറ്റ്, സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ 5.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. നിങ്ങളുടെ എത്രയാണോ വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് അവിടെ ഒരു തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു കർവ് ഉണ്ടല്ലോ, നമുക്ക് നല്ല ഷേപ്പിൽ നല്ല കർവായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കണേ. അപ്പോൾ ഇവിടെ ഷേപ്പിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന സ്ലീവ് ചിലപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ വൃത്തികേടായിട്ട് ചിലപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഈ ഒരു കർവ് കിട്ടുന്നില്ലേ എന്നൊന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സാധാരണ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറ്. പിന്നെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇപ്പോൾ കുർത്തിയുടെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ സ്ലീവ് വരയ്ക്കാറ്. ഈ ഒരു കർവ് ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കണേ, പക്ഷേ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കുർത്തി ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.